വെൽക്കം ബാക്ക് ടു വീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2 പുസ്തകം ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഹിസ്റ്ററിയും ജിയോഗ്രഫിയുമാണ്. അതിൽ നമ്മളെല്ലാത്തിൻ്റെയും ഓരോ പാർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. നോട്ടുണ്ട് അതിനകത്തിൽ. ജിയോഗ്രഫിയുടെയും പകുതി നോട്ട് ഇട്ടിട്ടുണ്ട്. സോഷ്യലിൻ്റെയും ഫസ്റ്റ് പാർട്ട് ഇട്ടുണ്ട്. സോഷ്യൽ ഒരുപാട് നോട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1ാമത്തെ പാർട്ട് ഇട്ടിട്ടുണ്ട്. 2ാമത്തെ ഇടുന്ന കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2ാമത്തെ 1ഉം 2ഉം കൂടി ഞാനൊന്ന് കാണിക്കാം. നമുക്ക് ഇതുകൊണ്ട് ഇത് തീരത്തില്ല കുഞ്ഞുങ്ങളെ. ഒരു പാർട്ട് കൂടി ഇട്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ തീരത്തുള്ളൂ കേട്ടോ. ഒരുപാടുണ്ട് തന്നെയെല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതണ്ടേ. അതുകൊണ്ട് കുറച്ച് സമയവും വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കിക്കേ. 1ാമത്തെ പാർട്ടിൽ പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ട് പറയുന്നില്ല, ഞാൻ കാണിക്കാം. കാരണം വായിച്ചതാണ് കണ്ടോ. ഇത് കണ്ടോ, ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടോ. ഇത് കണ്ടോ, ഇത് 2ാമത്തെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, 2ാമത്തെ. ഓക്കെ, ഇത് 3ാമത്തെ കണ്ടോ, ഇത് 3ാമത്തെ കണ്ടോ, 3ാമത്തെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അതിനകത്തിൽ തന്നെ 2 എണ്ണമായിരുന്നു കേട്ടോ. സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത് കണ്ടോ. സ്റ്റോൺ ഏജ് എന്നാൽ എന്താണ്? ഈ സ്റ്റോൺ ഏജിനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. സ്റ്റോൺ ഏജ് എന്നാൽ എന്ത് കണ്ടോ, ഇതാണ്. ഈ സ്റ്റോൺ ഏജിനെ നമുക്ക് പാലിയോലിത്തിക് ഏജ് എന്നും, നമ്മളിത് 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പാലിയോലിത്തിക് ഏജ് എന്താണെന്നും കേട്ടോ. മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, ഇതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതലും പഠിക്കാനുള്ളത്. അപ്പോൾ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് അതിനകത്തിൽ തന്നെ ഉണ്ട് യൂട്ടിലൈസേഷനും ഫാഷനിങ്ങും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷനും കേട്ടോ. ഇതിൻ്റെ എല്ലാം മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് കണ്ടോ. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അഥവാ സംശയം ഉണ്ടെങ്കിൽ പാർട്ട് 1 ഞാനെല്ലാം വായിച്ച് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പാർട്ട് 2 എടുക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളെ, പ്രാചീന ശിലായുഗത്തിലെ ആദിമ മനുഷ്യർ ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്തെല്ലാം പഠിച്ചു വെച്ചേക്കണേ. ഉരുളാൻ കല്ലുകളും ഉണ്ടോ, അതൊക്കെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട് കേട്ടോ. ഇനി കോർ ആൻഡ് ഫ്ലെക്സ് എന്നാൽ എന്താ? നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ ഒരു നീല ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാതൃശിലകളും കൽച്ചീലുകളും കൽച്ചീളുകളും എന്താണെന്ന് കേട്ടോ. കോർ ആൻഡ് ഫ്ലെക്സ് ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. ഇംഗ്ലീഷും മലയാളവും പറ്റുമല്ലോ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിത്തിക് ഏജ്. ഇത് 4 മാർക്കിനും 3 മാർക്കിൻ്റെയൊക്കെ നല്ല ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് അതുണ്ടോ. അതിനകത്തിലെ 3 കാണാൻ പറ്റുമല്ലോ. പാലിയോലിത്തിക് ഏജിൻ്റെ 3. ഓക്കെ, അതിൻ്റെ ബാക്കിയാണ് കുഞ്ഞുങ്ങളെ. ബാക്കിയായിട്ട് ഇതെനിക്കത് ടെസ്റ്റിലുണ്ടെന്നല്ലേ. ടെസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പാർട്ട് 1 പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാർട്ട് 1 കയറി കാണണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണല്ലോ. പാർട്ട് 2 അതിനകത്തുള്ളൊരു ബാൻഡുകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്തോന്നറിയോ? ബാൻഡ് വെയർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ബാൻഡ് ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് ഒരു വരി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പാലിയോലിത്തിക് ഏജ് പറയുന്ന ഒരു വരിയാണ്. എന്താണ് ഈ ബാൻഡുകൾ എന്നൊന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. അതായത് 100ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ. ഈ ബാൻഡുകളെ പറ്റങ്ങൾ, ഒരു പറ്റം ആൾക്കാർ എന്നൊക്കെ നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പറ്റം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു പറ്റം ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്തത് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആൾക്കാർക്ക് പറയുന്ന പേരാണ് ഈ പറ്റങ്ങൾ. 100ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളെയാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. രക്തബന്ധമാണ് ഈ ബാൻഡുകളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഇതിൻ്റെ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അത് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് എഴുതാമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്താ അർത്ഥമെന്ന് അറിയാൻ വേണ്ടി അവിടെ തന്നെ ഒന്ന് എഴുതിയതാ കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും. ഇനി നമുക്ക് പാർട്ട് 2 പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ. അപ്പം സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ സ്റ്റോൺ ഏജിനകത്തിൽ 1ാമത് പഠിക്കാനുള്ളത് പാലിയോലിത്തിക് ഏജാണ്. പാലിയോലിത്തിക് ഏജാണ് കേട്ടോ. ഈ പാലിയോലിത്തിക് ഏജിനെ നമ്മൾ 3ആയിട്ട് മാറ്റിയ പുരാവസ്തു ഗവേഷകർ 3ആയിട്ട് മാറ്റിയായിരുന്നു. യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പം പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തത്. ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് യൂസ്ഡ് ഡിഫറെൻറ്റ് ടൂൾസ് ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് പാലിയോലിത്തിക് ഏജ് കേട്ടോ. ചോദ്യം നോക്കിക്കൊണ്ടോ നിങ്ങളെ. 1ാമത്തത് അവരുപയോഗിച്ചത് പെബിൾ ടൂൾസ്, ഉരുളൻ കല്ലുപകരണങ്ങളായിരുന്നു അവരുപയോഗിച്ചിരുന്നത്. പെബിൾ ടൂൾസ്, പെബിൾ എന്ന് വെച്ചാൽ ഉരുണ്ട കേട്ടോ. ഉരുളൻ കല്ലുപകരണങ്ങളാണ്. എന്താ അതിൻ്റെ ഇംഗ്ലീഷ് നോക്കിയേ. Airless stone tools found in
ആ പേരൊന്ന് നോക്കിക്കേ, ആ പേര് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് ഓൾഡ്വൈൻ ഗോൾജിങ് എന്നാണ് കേട്ടോ. എയർലിസ്റ്റ് സ്റ്റോൺ ടൂൾസ് ഫൗണ്ട് ഇൻ ഓൾഡ്വൈ ഗോർജിൻ GORGE ഗോർജിൻ കണ്ടെത്തിയ ആദ്യകാല ശിലാ ഉപകരണം ആഫ്രിക്കയിലെ ഓൾഡ്വൈ ഗോർജിൻ കണ്ടെത്തിയ ആദ്യകാല ശിലാ ഉപകരണമാണ് ഈ പെബിൾ ടൂൾസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ. ഈ പെബിൾസ് വെയർ യൂസ്ഡ് ആസ് എ ടൂൾസ് വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ് മോഡിഫിക്കേഷൻ. ഈ ഉരുളൻ കല്ലുകളെ കാര്യമായിട്ട് അവർ രൂപമാറ്റം വരുത്താതെ അതിനെ ഉപകരണമായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. ഇല്ലേ, ഇപ്പം അതുപോലെ ഉരുളൻ കല്ല് നമ്മൾ മുറ്റത്തില്ലേ വാതുക്കലിടാനും ഡൈനിങ് ടേബിളിനകത്തിടാനും അല്ലേ, ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ്സിനകത്തിലിടാനും ഒക്കെ ഉരുളൻ കല്ലുകൾ അല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇല്ലേ. ഇത് പണ്ട് കാലത്തെ ആൾക്കാർ ഉപയോഗിച്ച പെബിൾസ് വെയർ യൂസ്ഡ് ആസ് എ ടൂൾസ് വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ് മോഡിഫിക്കേഷൻ. ഉരുളൻ കല്ലുകളെ കാര്യമായിട്ട് രൂപമാറ്റം വരുത്താതെ ഉപകരണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഉരുളൻ കല്ലുപകരണങ്ങൾ പെബിൾ. അടുത്ത പേര് നോക്കിയേ, ബൈഫേസ് കോർ ടൂൾസ്. ബൈഫേസ് കോർ ടൂൾസ് എന്ന് വെച്ചാൽ ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ. എ ടൂൾസ് മെയ്ഡ് ബൈ കട്ടിംഗ് ബോത്ത് സൈഡ് ഓഫ് പേരന്റ് സ്റ്റോൺസ് മെയിൻലി ഫൗണ്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ്. മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് നിർമ്മിക്കുന്ന ഉപകരണമാണ് ഇത്. പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. എഴുതിയെടുത്തോണം നിങ്ങൾ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. അടുത്ത മൂന്നാമത്തത് ഫ്ലേക്ക് ടൂൾസ് നമ്മൾ മുമ്പ് പറഞ്ഞ അങ്ങ് എഴുതിയാലും മതി കേട്ടോ. മുമ്പ് നമ്മളൊരു ഫ്ലേക്ക് ടൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലേക്ക് ആൻഡ് എന്തായിരുന്നു കോറോ അങ്ങനെ എന്തോ പറഞ്ഞാൽ അല്ലേ, ഫ്ലേക്ക് ആൻഡ് കോറ് കോർ ആൻഡ് ഫ്ലേക്സ് അല്ലേ, മാതൃശിലകളും കൽച്ചീലുകളും എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്തിലെ അതങ്ങ് എഴുതിയാലും മതി കേട്ടോ. നിങ്ങളെ കൂടുതൽ ഞാൻ നോട്ട് ഒന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. അടുത്തത് ചോപ്പിംഗ് ടൂൾസ്, വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. വെട്ടിമുറിക്കാനേ പണ്ട് കാലത്ത് ഇരുമ്പോ കത്താളോ അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ ചോപ്പിംഗ് ടൂൾസ്. These are large and heavy tools that can be used for cutting and chopping. They are mainly from Southeast Asian countries including India. മൂർച്ചയുള്ളതും വലുതും ഭാരമുള്ളതും വെട്ടുവാനും മുറിക്കുവാനും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണിവ. ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇവ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എഴുതിയെടുക്കാവല്ലോ. ഓക്കെ. അടുത്ത 9ാമത്തെ ചോദ്യം, അപ്പാർട്ട് ഫ്രം സ്റ്റോൺ വെയർ എനി അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് ടൂൾസ് ഇൻ പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിൽ ശിലകൾക്ക് പുറമെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രാചീന ശിലായുഗത്തിൽ, അതായത് നമ്മുടെ പാലിയോലിത്തിക് ഏജിൽ പ്രാചീന ശിലായുഗത്തിൽ ശിലകൾക്ക് പുറമെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ മറ്റെന്തെങ്കിലും വസ്തുക്കൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ട്. എന്താണെന്നറിയോ, ബോണുകൾ. ഈ ഓരോ ജീവികളും മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ എല്ലുകളുണ്ടല്ലോ, അതൊക്കെ വെച്ച് കേട്ടോ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പിളർപ്പുള്ള അസ്ഥിമുന, കുന്തമേറിയ ഉപകരണം, ചാട്ടുളി, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് കേട്ടോ. സ്പ്ലിറ്റ് ബേസ്ഡ് ബോൺ പോയിന്റ്, സ്വിയർ ത്രോവർ, ബോൺ ഹാർപ്പൺ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കണേ കേട്ടോ. ബോൺ ചാട്ടുളി എന്നായി ബോർ ഹാർപ്പണിൻ്റെ ഇംഗ്ലീഷ് കേട്ടോ, അല്ല മലയാളം. സ്പിയർ ത്രോർ എന്ന് വെച്ചാൽ കുന്തമെറിയുന്ന ഉപകരണം. നമ്മൾ ഈ ദൂരെ ഇന്ന് ജീവിയെ എറിയത്തില്ലേ, അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇംഗ്ലീഷ് പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ ആണല്ലോ. ഓക്കെ. വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻഷ്യൻ്റ് സ്റ്റോൺ ടൂൾസ്? പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തെല്ലാം? പ്രാചീന ശിലാ ഉപകരണങ്ങളുടെ പൊതുവായ സവിശേഷതകൾ എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തത് മദർ സ്റ്റോൺ ടൂൾസ് ആൻഡ് സ്റ്റോൺ ടൂൾസ് വെയർ മെയ്ഡ്. മാതൃശിലാ ഉപകരണങ്ങൾ, കൽച്ചീൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം നിർമ്മിച്ചിരുന്നു. പ്രധാനപ്പെട്ട പോയിന്റാണ് ഒന്നാമത്തെ. 2, 5 ടൂൾ മേക്കിംഗ് ട്രഡീഷൻസ് എമർജ്ഡ് ഡ്യൂറിംഗ് ദ പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിൽ 5 ഉപകരണ നിർമ്മാണ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ടൂൾസ് വെയർ ആൾസോ മെയ്ഡ് ഓഫ് ബോണ്. അവരെന്താണ്? അസ്ഥികളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. 11ാമത്തെ ചോദ്യം, ലിസ്റ്റ് ദ പ്ലേസ് ആൻഡ് കൺട്രീസ് വെയർ പിക്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് ഹ്യൂമൻ വർക്ക് ഹാവ് ബീൻ ഫൗണ്ട്. അല്ലെങ്കിൽ
നോട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാലിയോലിത്തിക് സെൻറ്റർ നോട്ടഡ് ഓൺ ദ വേൾഡ് മാപ്പ്. പേജ് നമ്പർ 13 പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യവും നിങ്ങൾ കേട്ടോ. അതായത് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങൾ കാണപ്പെട്ട സ്ഥലങ്ങളും രാജ്യങ്ങളും ഒന്ന് പട്ടികപ്പെടുത്താൻ. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ലോക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാചീന ശിലായുഗങ്ങളുടെ സവിശേഷതകളും എഴുതാൻ. നോക്കൂ നിങ്ങളെ, പേരൊക്കെ ഒന്ന് നോക്കണേ, വെറൈറ്റി പേരുകളാണ്. സ്ഥലപ്പേരൊക്കെ നമുക്കറിയാം, പക്ഷേ ഇത് നോക്കിക്കേ, ഷോവെ, നമ്മൾ ചൗവറ്റ് എന്ന് വേണ്ട നോക്കിയേ, ഷോവേ എന്നാണ് അവർ മലയാളംകാർക്ക് ഇംഗ്ലീഷുകാർക്കും ഒക്കെ ഷോവയുടെ സ്പെല്ലിങ് നോക്കിയേ ചൗവറ്റ് എന്ന് ഉച്ചരിക്കുന്നത് അല്ലേ. അതെവിടെ? ഫ്രാൻസ്. മുഖങ്ങളുടെ ചിത്രീകരണം, ഇല്ലുസ്ട്രേഷൻ ഓഫ് ആനിമൽസ്. ഇനി ലുസ്കോ എന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചത്, പക്ഷെ നമ്മൾ പറയുന്നത് ലാംസ്ക എന്നാണ്. ലാംസ്ക കണ്ടോ, ഫ്രാൻസിലാണതും ഇല്ലുസ്ട്രേഷൻ ഓഫ് ആനിമൽസ് ആണ്. കുസാക്ക്, ഫ്രാൻസ്, മുഖങ്ങളുടെയും സ്ത്രീകളുടെയും കോരിയിട്ട രൂപം എന്നാണ്. അടുത്തത് എന്താണ്? CU അല്ലേ, സറക്സ്ക് അല്ലേ. നമ്മൾ കുസാക്ക് എന്ന് വെച്ചാൽ കേർവ്ഡ് ഫിഗേഴ്സ് ഓഫ് ആനിമൽസ് ആൻഡ് വുമൺസ്. കേർവ്ഡ് ഫിഗേഴ്സ് ഓഫ് ആനിമൽസ് ആൻഡ് വുമൺസ്. അടുത്ത നോക്കിയേ, സറക്സ്ക് നോക്കിയേ, സറൈസ്ക് ഉണ്ടോ, സറൈസ്ക് റഷ്യയിലാണ്. നോക്കിയേ, അവിടെ വീനസ് പ്രതിമ, സ്റ്റാറ്റ്യൂ ഓഫ് വീനസ് പ്രതിമ. ഇനി ലാഗർമ സ്പെയിന്, അസ്ഥികളുടെ കൊത്തുപണികൾ, കാർവിങ് ഓഫ് ബോൺസ്. കണ്ടോ, ഇത് മലയാളം, ഇതിൻ്റെ മലയാളമല്ല ഈ പേരുകൾ, മറ്റെല്ലാം നമ്മുടെ സ്ഥലപ്പേരാണ്. ഇത് നോക്കിയേ, ഇത് പഠിക്കാൻ പാടാ, പക്ഷെ പഠിച്ചെങ്കിലല്ലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങൾ കാണപ്പെട്ട സ്ഥലങ്ങളും രാജ്യങ്ങളുമാണ് കേട്ടോ. ഇത് ഏത് സ്ഥലത്താണ്? ഫ്രാൻസിലെ ലുസ്ക, ഫ്രാൻസിലെ കുസാക്ക്, ഫ്രാൻസിലെ ഈ ഫ്രാൻസിൽ തന്നെ 3 എണ്ണത്തിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ റഷ്യയിലുള്ളത് സറക്സ്ക്, സ്പെയിനിലുള്ളത് ലാഗർമ കേട്ടോ. പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, എന്താണ് ഈ പാലിയോലിത്തിക് കേവ് പെയിൻറ്റിങ് എന്നാൽ എന്ത്? ഇംഗ്ലീഷ് മീഡിയക്കാരൻ നോക്കിക്കേ, പാലിയോലിത്തിക് കേവ് പെയിൻറ്റിങ് എന്നാൽ എന്ത്? 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. പിക്ചേഴ്സ് വേർ ഡ്രോൺ ഓൺ ദ ഇന്നർ ആൻഡ് അപ്പർ വാള് ഓഫ് ദ കേവ് വെയർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്. വായിക്കാൻ പറ്റുന്നുണ്ടോ? പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ഇന്നർ ആൻഡ് അപ്പർ വാൾ ഓഫ് ദ കേവ് വെയർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്. ഒന്നാമത്തെ അത് വല്ല മനസ്സിലായോ? അതായത് ഈ സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലം ഉണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ ഗുഹയ്ക്കകത്തിൽ ഇവിടെ സൂര്യപ്രകാശം ഇല്ലേ, അല്ലയോ? ഗുഹയ്ക്കകത്ത് സൂര്യപ്രകാശം ഉണ്ടോ? അപ്പം അങ്ങനെ ഇല്ലാത്ത സ്ഥലം, ആ ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കണേ. അതായത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലും മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലും മേൽഭിത്തികളിലും ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെയോ ഇവരെന്തൊക്കെയാ നോക്കിയാൽ, നീഡിൽസ്, സൂചി ആൻഡ് പോയിന്റഡ് വെപ്പൺസ് വെയർ യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ്. Various colors were used to paint the pictures. Colors were made by grinding plants, tree bark and fruits and adding red powder. ഈ 4 എണ്ണവും പാലിയോലിത്തിക് കേവ് പെയിന്റിനെ കുറിച്ച് പറഞ്ഞതാണ്. ആ 4 ഇടത്തിൻ്റെ മലയാളം അറിയണേ നിങ്ങൾ. എന്താണെന്നറിയോ? സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തിയിലും മേൽഭിത്തിയിലും ഒക്കെ ചിത്രം വരച്ചിരുന്നു. സൂചികളും മുനയുള്ള ആയുധങ്ങളും ചിത്രങ്ങൾ വരയ്ക്കാൻ അവർ ഉപയോഗിച്ചിരുന്നു. ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധതരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇല്ലേ? ചെടികൾ, മഞ്ഞിൻ്റെ അല്ല, മരത്തിൻ്റെ തോല് കേട്ടോ, മരത്തിൻ്റെ തോല്, ബാർക്ക് തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽ പൊടി, ചുവന്ന കല്ലിൻ്റെ പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ആ 4 എണ്ണം പഠിച്ചോണേ. ഓക്കെ, 13ാമത്തെ ചോദ്യം. What information could be gathered on human life from the tools and art of the Paleolithic age? അത് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ് ഇല്ലേ? മുമ്പ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയായിരുന്നല്ലോ. യൂസ്ഡ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് ചോദിക്കുമ്പം അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഈ ചോദ്യം എഴുതിയെടുത്തോണ്ടോ നിങ്ങൾ. എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് പഠിച്ചില്ലേ, അത് അതിൻ്റെ അകത്തിലങ്ങ് എഴുതിയാൽ മതി. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ. നമ്മൾ മുമ്പ് പറഞ്ഞു ബാൻഡ് എന്നാൽ എന്താണ് അല്ലേ? എന്തായിരുന്നു ബാൻഡ്? മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറിയ സമൂഹത്തിന് പറയുന്ന പേരാണ് പറ്റങ്ങൾ അല്ലെങ്കിൽ ബാൻഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. ബാൻഡ് ആർ എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഫീവർ ദാൻ 100 മെമ്പേഴ്സ് അല്ലേ? 100-ൽ താഴെയാണേ. ഓക്കെ,
അടുത്ത 15ാമത്തെ ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ദ പാലിയോലിത്തിക് ടൂൾസും മെസോലിത്തിക് ടൂൾസും. അപ്പോൾ അടുത്തത് നമ്മൾ കയറി ഏതാ, മെസോലിത്തിക് ഏജ് കേട്ടോ. മെസോലിത്തിക് ടൂൾസ്, പാലിയോലിത്തിക് ഏജിനെ കുറിച്ചായിരുന്നു ഇതുവരെ ബാൻഡ് വരെ ഉള്ളത്. പാലിയോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആയതോ. ഇനി നമ്മൾ പഠിക്കുന്നത് മെസോലിത്തിക് ആണ് കേട്ടോ, മധ്യശിലായുഗത്തെ കുറിച്ചാണ് കേട്ടോ. പാലിയോലിത്തിക് എന്ന് വെച്ചാൽ പ്രാചീനം, മെസോലിത്തിക് എന്ന് വെച്ചാൽ എന്താണ്, മധ്യശിലായുഗത്തെ കുറിച്ചാണ്. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളും അല്ലെ ആദ്യത്തെ ആ ഉപകരണങ്ങളും ഇപ്പോൾ മെസോലിത്തിക്കിൽ ഉണ്ടാകുന്ന ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പ്രാചീന ശിലായുഗത്തിൽ, അതായത് ദീസ് ആർ ദ smaller tools than the one used in the Paleolithic age. This is the period when microlith were used. മൈക്രോലിത്ത് നമുക്ക് ഈ മധ്യശിലായുഗത്തിൽ പഠിക്കാനുള്ള ഒരു വാക്കാണ് കേട്ടോ. അതായത് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചത്. പ്രാചീന ശിലായുഗത്തിൽ അവർ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്, ഉരുളാൻ കല്ലുകളും അല്ലേ, വലിയ കല്ലുകൾ പറക്കി വെച്ചിരുന്നു എറിയാൻ. പിന്നെയോ മാതൃശിലകളുടെ ഇരുവശങ്ങളും ചെത്തിയെടുത്ത് അവർ കൂർത്ത സൂചി പോലെയൊക്കെ ആക്കി വെച്ചിരുന്നു. പിന്നെ ബോണുകളൊക്കെ അല്ലേ, ചില ജീവികളുടെയൊക്കെ ബോണുകളൊക്കെ അസ്ഥികളൊക്കെ എടുത്തു വെച്ചിരുന്നു അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെയൊക്കെയായിരുന്നു ആ പ്രാചീന ശിലായുഗത്തിൽ. പക്ഷേ മധ്യശിലായുഗം അല്ലെങ്കിൽ മെസോലിത്തിക് ഏജ് ആയപ്പം ഇതിനേക്കാളെല്ലാം ചെറിയ, കുറച്ചുകൂടെ ചെറിയ ഉപകരണങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. മൈക്രോലിത്തുകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു. ചെറിയ കേട്ടോ, മൈക്രോലിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്, മറ്റേതിനേക്കാൾ ചെറുത് കേട്ടോ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങളുമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ 15 അടുത്ത 16ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെസോലിത്തിക് ഏജ്? നമ്മൾ പാലിയോലിത്തിക് ഏജിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്തിലാണ് എന്തൊക്കെയാണ് പഠിച്ചത്. ക്യാരക്ടറിസ്റ്റിക്സിനകത്തിൽ എന്തൊക്കെയുണ്ടെന്നാ, അതായത് അവർ പരുക്കൻ കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗുഹകളിലും തുറന്ന സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത്. വേട്ടയാടിയും ശേഖരിച്ചും ഒക്കെ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ അല്ലേ നടത്തിയിരുന്നത്. അവർക്ക് മറ്റു എന്തെങ്കിലും വഴിയുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ അവർ കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു അന്ന് കഴിഞ്ഞിരുന്നത് അല്ലേ, ഓർമ്മയുണ്ടല്ലോ, ഇനി അത് പറയണ്ടല്ലോ. പക്ഷേ മധ്യശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു കുഞ്ഞുങ്ങളെ? യൂസ് ഓഫ് മൈക്രോലിത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. വെരി സ്മാൾ സ്റ്റോൺ ടൂൾസിന് അല്ലേ, സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗമായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ചെറിയ ആയുധങ്ങളായിരുന്നു അവരന്ന് ഉപയോഗിച്ചിരുന്നത്. എ പാർട്ട് ഫ്രം ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ഫിഷിംഗ് ആൾസോ ബിക്കം എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. വേട്ടയാടിയും ശേഖരിച്ചും മറ്റേതും ഇതൊക്കെ തന്നെ അല്ലേ, മീൻ പിടുത്തവും ഒക്കെ ആയിരുന്നു അവരുടെയും ഉപജീവന മാർഗം. പിന്നെ ഇൻഡിക്കേറ്റ് ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. മധ്യശിലായുഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ, മൃഗങ്ങളെയൊക്കെ അവർ ഇണക്കി വളർത്തിയിരുന്നു. പട്ടി, പൂച്ച അല്ലേ, കോഴി, താറാവ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവയൊക്കെ അവർ ഇണക്കി വളർത്തിയിരുന്നു കേട്ടോ. പിന്നെ അമ്യൂസ്മെന്റ്, വിനോദങ്ങളിലൊക്കെ അവരന്ന് ഏർപ്പെട്ടിരുന്നു. ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ എന്ന് വെച്ചാൽ ലിംഗ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം മധ്യശിലായുഗത്തിൽ തുടങ്ങി. എന്ന് വെച്ചാൽ ആണും പെണ്ണും തങ്ങളിലുള്ള ആണുങ്ങൾ ആ ജോലി ചെയ്യുക, പെണ്ണുങ്ങൾ ഈ ജോലി ചെയ്യുന്നുള്ള ആ ഒരു വ്യത്യാസം മധ്യശിലായുഗത്തിൽ തുടങ്ങി. മനസ്സിലായോ? ഇനി മെസോലിത്തിക് സെന്ററുകളെ കുറിച്ചാണ് എല്ലാം പഠിച്ചോണ്ടേ കുഞ്ഞുങ്ങളെ. പാലിയോലിത്തിക് ഏജിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി അല്ലേ, പ്രാചീന ശിലായുഗത്തിലെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, എന്തൊക്കെയാണെന്നും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. മധ്യശിലായുഗത്തിൽ അവരെങ്ങനെ വേട്ടയാടിയും മീൻ പിടിച്ചും പിന്നെ ഓരോന്നൊക്കെ ശേഖരിച്ചും ഒക്കെ ജീവിച്ചു. ഇതിൻ്റെ കൂടെ മൃഗങ്ങളെ ഇണക്കിയായിരുന്നു വളർത്തിയിരുന്നത്. അവർ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. പിന്നെ ആണെന്നും പെണ്ണെന്നും ഒക്കെ വേർതിരിച്ചു തൊഴിൽ വിഭജനം കൊടുത്തു അല്ലേ. മറ്റേ പ്രാചീന കാലത്ത് ഉപയോഗിച്ചതിനേക്കാൾ വളരെ ചെറിയ ഉപകരണങ്ങൾ വെച്ചായിരുന്നു മധ്യശിലായുഗത്തിൽ അവർ ഉപയോഗിച്ചിരുന്നത് അല്ലേ, മൈക്രോലിത്ത് അല്ലേ. അങ്ങനെയാണെങ്കിൽ മെസോലിത്തിക് സെന്ററുകൾ, മധ്യശിലായുഗ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണം ഒന്ന് സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലാണ് സ്റ്റാർക്കാർ. പിന്നെ ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ്. അടുത്ത സറൈ നഹർ റായ്, അത് ഉത്തർപ്രദേശ് കേട്ടോ, ഇന്ത്യയിലെ ഉത്തർപ്രദേശ്. ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 17. 18ാമത്തെ ചോദ്യം, മധ്യശിലായുഗ കേന്ദ്രമായ സ്റ്റാർക്കാറിന്റെ സവിശേഷത എന്തെല്ലാമാണ്? മധ്യശിലായുഗ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട സെന്ററുകളിലാണ് ഒന്നാണ് സ്റ്റാർക്കാർ അല്ലേ. പ്രധാനപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണത്തിൽ ഒന്നാണ് സ്റ്റാർക്കാർ. ഈ സ്റ്റാർക്കാറിൻ്റെ സവിശേഷത എന്തെല്ലാമാണ്? സ്റ്റാർക്കാർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രമാണ്. തുറസായ അധിവാസ കേന്ദ്രത്തിനൊരു ഉദാഹരണമാണ്. താൽക്കാലികമായിട്ടുള്ളൊരു വാസസ്ഥലമാണ് കേട്ടോ. ടെസ്റ്റിൽ അതിൽ കുറേ കൊടുത്തിട്ടുണ്ട്, ചെറുത് നോക്കി 3 എഴുതിയതാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെയായിരുന്നു? ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റാർക്കാർ മെസോലിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്.
കേട്ടോ. യൂറോപ്പിലെ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാർക്കാർ എന്താണ്? ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺ വെയർ ഫൗണ്ട് ഹിയർ. എവിഡൻസ് ഓഫ് ഏർലി കാർപ്പൻട്രി ഹാവ് ആൾസോ ബീൻ ഫൗണ്ട് ഹിയർ. ഏർലി ഹ്യൂമൻ യൂസ്ഡ് ദീസ് ഏരിയാസ് എ ടെമ്പററി സെറ്റിൽമെൻറ്റ്, അല്ലേ? താൽക്കാലിക വാസസ്ഥലമാണ്. തുറസായ അധിവാസ കേന്ദ്രത്തിന് ഉദാഹരണമാണ്. സ്റ്റാർക്കാർ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ്. ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ബോൺ വെയർ ഫൗണ്ട് ഹിയർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 2 ഫ്യൂച്ചേഴ്സ് ഓഫ് സ്റ്റാർക്കാർ. 18 അറിയാമോ നിങ്ങളെ? അടുത്ത 19ാമത്തെ ചോദ്യം, നെയിം ദ ബുക്ക് ബൈ പേരൊന്ന് നോക്കിയോ, ഗോർഡൻ കേട്ടോ, ഗോൾഡൻ അല്ല, ഗോർഡൻ ചൈൽഡ് റെഫേഴ്സ് ടു ഇമ്പോർട്ടൻ്റ് ചേഞ്ച് ഇൻ ദ നിയോലിത്തിക് ഏജ്. നവീന ശിലായുഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഗോൾഡൻ ചൈൽഡിൻ്റെ ഗ്രന്ഥം ഏത്? നവീന ശിലായുഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഗോൾഡൻ ചൈൽഡിൻ്റെ ഗ്രന്ഥം മാൻ മേക്സ്, ആ പേര് നോക്കിയ, മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. 20ാമത്തെ ചോദ്യം, നവീന ശിലായുഗത്തിൽ മനുഷ്യർ തുടക്കം കുറിച്ച പുതിയ ഉപജീവന രീതികൾ എന്തെല്ലാം? ഏത് ശിലായുഗമാണെന്ന് നോക്കിക്കോട്ടെ കുഞ്ഞുങ്ങളെ. നമ്മൾ ഫസ്റ്റ് സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ സ്റ്റോൺ ഏജിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താ, പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, പിന്നെ ഏതാ ഒരെണ്ണോടുണ്ടല്ലോ, നിയോലിത്തിക് ഏജ്. ഓക്കെ, നിയോലിത്തിക് ഏജ് അല്ലേ, 3 അത് പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് കുറേ നമ്മൾ പഠിച്ചു. അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് മെസോലിത്തിക് ഏജ് കേട്ടോ. ഈ മെസോലിത്തിക് ഏജിൽ ഓർത്തോടെ കുഞ്ഞുങ്ങളെ, മെസോലിത്തിക് ഏജിലുണ്ടായ അവരുടെ കാട്ടിൽ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അവരും മീൻ പിടിച്ചും ഓരോന്നൊക്കെ ശേഖരിച്ചും ഹണ്ടിങ്, വേട്ടയാടിയും ഒക്കെ ആയിരുന്നു അവരും ജീവിച്ചിരുന്നത്, അല്ലേ? ഇനി നിയോലിത്തിക് ഏജിൽ നവീന ശിലായുഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഗോൾഡൻ ചൈൽഡിന്റെ ഗ്രന്ഥമാണ് മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്നത്. ഈ നവീന ശിലായുഗത്തിൽ മനുഷ്യർ തുടക്കം കുറിച്ച പുതിയ ഉപജീവന രീതികൾ എന്തെല്ലാം നോക്കിക്കേ. ഹ്യൂമൻ സ്റ്റാർട്ട് എ ന്യൂ വേ ഓഫ് ലിവിങ് ഡ്യൂറിങ് ദ നിയോലിത്തിക് പീരീഡ്. വാട്ട് വെയർ ദേ? അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. കൃഷിയുടെ ആരംഭം ഉണ്ടായത് എവിടെ നിന്നാന്ന് ചോദിക്കുകയോ നിങ്ങൾ കേട്ടോ. നിയോലിത്തിക് ഏജ് ആണ് കേട്ടോ കൃഷിയുടെ ആരംഭം, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. അടുത്ത 21ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഹ്യൂമൻസ് ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്? ഈ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമോ? അവരിതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പ്രേരിപ്പിച്ച് കാണുമല്ലോ. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളെ? അതായത് പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യകൾ വർദ്ധിക്കാൻ തുടങ്ങി, അല്ലേ? ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് തക്കതായിട്ട് അവർക്ക് കഴിക്കാൻ വല്ലതും വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? അവർ കൃഷി ചെയ്യാൻ തുടങ്ങി, അല്ലേ? അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അവരെങ്ങനെയാ കൃഷി ചെയ്തെന്നും കേട്ടോ ഒരുപാട് കഥയുണ്ട്. അതായത് കഴിച്ചിട്ടൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അവർ പോയി ശേഖരിച്ചിട്ട് വന്നിട്ട് കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടുമല്ലോ. ഇവരൊരു സ്ഥലത്ത് നൊമാഡിക് എന്ന് വെച്ചാൽ ഒരു നാടോടികളാണ്, ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നവരല്ലല്ലോ. ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ അലഞ്ഞു ഇരിഞ്ഞ് ഇങ്ങനെ നടക്കുന്നവർ ഇങ്ങനെ എന്ത് ചെയ്തു? പോയിട്ട് പിന്നെയും തിരിച്ച് ചിലപ്പോൾ അവിടെ തന്നെയൊക്കെ വരും, അല്ലേ? കറങ്ങി അടിച്ച് വരുമ്പോൾ എന്താണ്, നേരത്തെ കഴിച്ചതിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കും, അല്ലേ? അത് കിളിച്ച് നിൽക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി എന്താ അങ്ങനെയൊക്കെയാ, അല്ലേ? ഇതിനെക്കുറിച്ച് വേറെ കുറേ കഥകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഇവർക്ക് കഴിക്കാനുള്ള ആഹാരം കിട്ടാതെ, അല്ലേ? പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യ വർദ്ധിച്ചു. ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ്, ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ലഭ്യത കുറവായി. ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹ്യ സംഘാടനം. ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 5 പഠിക്കണേ നിങ്ങൾ കേട്ടോ. അതായത് മൃഗങ്ങളെ അവർ ഇടയ്ക്ക് വളർത്തി കൃഷി ആരംഭിക്കാനൊക്കെ തുടങ്ങാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണ്? ഓക്കെയാണോ? അടുത്ത 22ാമത്തെ ചോദ്യം, നവീനശില ഉപകരണങ്ങളുടെ സവിശേഷത. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോലിത്തിക് ഏജ്. മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ, അതായത് പോളിഷ്ഡ് ടൂൾസ്, വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഉപകരണങ്ങൾ, ഡിവൈസ് ഓഫ് വേരിയസ് ഷേപ്പ് ആൻഡ് സൈസ്. 2 ഉള്ളൂ കേട്ടോ. എളുപ്പമല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നിയോലിത്തിക് ഏജ്. അതായത് പാലിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നിയോലിത്തിക് ഏജ് എല്ലാം മറന്നു. മധ്യശിലായുഗം എന്തുമായിരുന്നു നിങ്ങൾ? അതായത് പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും നിയോലിത്തിക് ഏജുമാണ് കേട്ടോ. അപ്പം
ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരു 4 വെച്ചൊന്ന് പഠിച്ചു വെച്ചേക്കണേ. നിയോലിത്തിക് ഏജിൻ്റെ അവിടെയുള്ള ജീവിത രീതി, ഓരോരുത്തരുടെയും ജീവിത രീതിയെക്കുറിച്ച് നോക്കിയോ നിങ്ങളെ. അവരെങ്ങനെയൊക്കെയായിരുന്നു? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ അല്ലേ, അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. പോട്ടറി, കലം അല്ലേ, കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കാൻ തുടങ്ങി. മാനുഫാക്ചർ ഓഫ് ക്ലേ ബ്രിക്സ്, കളിമണ്ണ് ഇഷ്ടികകളുടെ നിർമ്മാണം തുടങ്ങി. ഫോർമേഷൻ ഓഫ് ഒക്കുപേഷണൽ കാറ്റഗറീസ്, തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം തുടങ്ങി. പോളിഷ്ഡ് ടൂൾസ്, മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഇതെല്ലാം നിയോലിത്തിക് ഏജിലാണ് കേട്ടോ, നവീന ശിലായുഗത്തിലെ ജീവിത രീതി. അടുത്ത 24ാമത്തെ, ഹൂ ഈസ് ദ ആർക്കിയോളജിസ്റ്റ് ഹൂ ഡിസ്ക്രൈബ്ഡ് ദ മോഡേൺ ഇയർ ആസ് നിയോലിത്തിക് റവല്യൂഷൻ. നവീന കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകൻ ആരാണ്? ഗോൾഡൻ ചൈൽഡ് ആണ് കേട്ടോ, ദ ഗോൾഡൻ ചൈൽഡ്. നവീന ശിലായുഗ കേന്ദ്രങ്ങളും അവയുടെ രാജ്യങ്ങളും. ജെറിക്കോ പാലസ്തീനിലാണ്. ജോർമോ കേട്ടോ, ജാർമോ എന്നാണ്, ജാർമോ വടക്കൻ ഇറാഖ്. അലിക്കോഷ് ഇറാനിലാണ്. മെഹർഗഡ് പ്രാചീന ഇന്ത്യ, ഇപ്പോൾ അത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. എന്നാൽ 25 ഞാൻ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇനി ഒരു 25 അല്ല, 25 പുറത്തും കാണും അല്ലേ. ഓക്കെ, 25 കൂടെ ആക്കി നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻ ആക്കി ഞാൻ തരാം. അപ്പോൾ ഈ 25 ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരു ചാപ്റ്റർ മൊത്തമൊന്നും നിങ്ങൾക്ക് തരാത്തത്. കാരണം നിങ്ങൾ കുറേശ്ശെ ഇപ്പം നിങ്ങൾക്ക് എന്താ ട്യൂഷനൊക്കെ തുടങ്ങി കാണും അല്ലേ. അപ്പം ഇത് വൃത്തിയായിട്ട് 25 എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം കമൻറ്റ് പറയുക. ഞാനപ്പോൾ അടുത്ത പാഠം ഇട്ടുതരാം. നമ്മുടെ മാത്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ ഫുള്ള്? ബയോളജി ഇട്ടിട്ടുണ്ട്, കെമിസ്ട്രി ഇട്ടിട്ടുണ്ട്, ഫിസിക്സ് ഇട്ടിട്ടുണ്ട്, ജോഗ്രഫി ഇട്ടിട്ടുണ്ട്, ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തിട്ട് എന്നോട് കമൻറ്റ് പറയാം. ഓക്കെ നിങ്ങളെ, താങ്ക്